ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചിക്കൻ വിന്താലു ആണ് കേട്ടോ. ഇതൊരു ഗോവൻ ട്രഡീഷണൽ ഡിഷാണിത്. പക്ഷെ നമ്മളിത് ചെയ്യുന്നത് കറക്റ്റ് ആ ഗോവൻ സ്റ്റൈലിലല്ല ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നോർമലി അത് ട്രഡീഷണൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൈറ്റ് വൈനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇവിടെ വിനെഗർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ വിന്താലു ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ വിന്താലു നമുക്കപ്പോൾ ചിക്കൻ വിന്താലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ, അതായത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഒരു 10 കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചില്ലി പൗഡർ എടുത്താലും മതി. പക്ഷേ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചില്ലി ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് തന്നെ എടുക്കാനൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മളെ മുളകൊക്കെ ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത് മുളക് കേട്ടോ. 1 കിലോ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 10 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം മതി. ഇപ്പം നമുക്കിത് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാം. അപ്പം ഞാൻ ആ മുളക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സെയിം പാത്രത്തിലേക്ക് തന്നെ നമുക്കിനി 2 ടീസ്പൂൺ, ഞാനെല്ലാം ടീസ്പൂൺ കണക്കിലാണ് പറയുന്നത്, 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1.5 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലി ഉണ്ടല്ലോ, ആ മല്ലി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുഴുവൻ മല്ലി. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അതിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉലുവ. പിന്നെ 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തീ വളരെ കുറവായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ വളരെ സിമ്മിൽ തീ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ ഇവിടെ ഇപ്പം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തതല്ല, റോസ്റ്റ് ചെയ്തത്. അപ്പോൾ മല്ലിയും അതുപോലെ കുരുമുളക് അതെല്ലാമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ആ മിക്സ് മാത്രം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം വറുത്ത ആ മുളകുണ്ടല്ലോ, കാശ്മീരി ചില്ലി, അത് ഞാനൊന്ന് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. കാരണം ഇത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 10 വെളുത്തുള്ളി അല്ലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി ഉണ്ട് കേട്ടോ, അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇത് നമ്മൾ വറുത്തിട്ടുള്ളതൊന്നുമല്ല കേട്ടോ, പച്ചയ്ക്ക് തന്നെയുള്ള കടുകാണ്. ആ കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൽപ്പുളി പിഴിഞ്ഞ്, അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ പുളി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. അതിന് പകരം അത്രയും വിനെഗർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണാണ് വിനെഗർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കോൽപ്പുളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം വിനെഗർ ചേർക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം ഇനി പുളി ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പം ഞാൻ തൽക്കാലം ഇത്രയും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ അരച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ.
അപ്പോൾ ദാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോവൻ ഡിഷാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് വൈറ്റ് വിനെഗറാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരമായിട്ട് വൈറ്റ് വൈൻ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ വൈറ്റ് വൈൻ ചേർത്ത് ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സവോള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ദാ ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് അല്പം അധികമായിട്ട് തന്നെ ഒഴിക്കണം. കാരണം ഈ കറിയിൽ ഇങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു 3 മീഡിയം ടൈപ്പ് സവോള ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് തീരെ കുഞ്ഞായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് ആയിക്കിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ സവോളയൊക്കെ ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സവോളയ്ക്ക് ഈ ഒരു റെഡിഷ് കളറായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇന്ത്യൻ സവോളയല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കളർ ചേഞ്ച് അതിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഒരല്പം മഞ്ഞൾപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂപ്പിക്കാം. ഈ മഞ്ഞൾപ്പൊടി സവോളയിൽ ആ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ പച്ചമുളകും കൂടി ഇട്ടിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ മസാല എല്ലാം അതിൽ ചേർത്ത് കൊടുത്ത് ഇതിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ട്. കാരണം ഇതിനകത്ത് കാശ്മീരി ചില്ലി നമ്മൾ കാര്യം റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അതിനും അതുപോലെ മല്ലി അതിനൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക തന്നെ വേണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ആ മസാലയും നമ്മളുടെ നേരത്തെ ഇട്ട സവോള എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു കറിയിൽ തക്കാളി ചേർക്കണം എന്ന് അത്ര നിർബന്ധമില്ല, അത് ശരിക്കും ഓപ്ഷണലാണ്. അപ്പോൾ ഇതൊരു ഗോവൻ ഡിഷാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ തക്കാളി ചേർക്കാറില്ല. പക്ഷേ എനിക്ക് ഈ കറി ഉണ്ടാക്കുമ്പോൾ തക്കാളിയും കൂടി ഇടുമ്പോഴാണ് കുറച്ചും കൂടി നമ്മളുടേതായ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രഡീഷണൽ ടേസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കണം എന്നില്ല. എന്നിട്ട് ഞാനിപ്പോൾ ഈ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് അടച്ച് വെക്കുകയാണേ. ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിനകത്ത് വെള്ളമോ വേറെ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്നൊന്ന് വേവട്ടെ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഞാനിതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രേവിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്തിരി ഒരല്പം 1/2 കപ്പ് അങ്ങനെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമുക്കൊരല്പം ഇപ്പോൾ ഇങ്ങനെ വെന്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചോവ ഇതിന് വരും കറിക്ക്. അപ്പോൾ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ തന്നെ വെന്ത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മളെ കറിയിൽ ഇപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
ഈ സമയത്ത് നമ്മൾ സവോള വഴറ്റുമ്പോൾ മാത്രമേ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉപ്പുണ്ടോയെന്ന് ഉപ്പും പുളിയും അതുപോലെ ചിക്കൻ വെന്തുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിതെല്ലാം ചെക്ക് ചെയ്തപ്പോൾ പുളി ഓക്കെയാണ്, കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പുളി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം വിനെഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇതിൽ കുറവായിട്ട് ഉപ്പാണ് ഒരല്പം കുറവായിട്ട് തോന്നിയത്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ചിക്കൻ്റെ പീസസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രേവി ഇപ്പം നമ്മൾ എന്തെങ്കിലും അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ നാനിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ, ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വേറെ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ആയിട്ട് കൂടെ കഴിക്കാനാണെങ്കിൽ നമുക്കിത് ഒന്നും കൂടി തിക്കാക്കിയിട്ട് എടുക്കാം. ഇതെന്തായാലും ഈ ഒരു ഇതിൽ നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഈ ചാറൊന്ന് കുറുകി വരും. ഇനി അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരല്പം പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഈ പുളിയും ഉപ്പും എല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരുള്ളൂ. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ നോർമൽ നമ്മൾ വൈറ്റ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി, അതല്ലെങ്കിൽ ജാഗറി വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാനൊരു 2 മിനിറ്റും കൂടി ഇവിടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറി കറക്റ്റ് പാകത്തിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളെ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനിയൊരു നമുക്കൊന്ന് ഇത്തിരി നേരം ഒന്ന് തണുക്കട്ടെ, അപ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും. അപ്പം നമ്മളെ ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരിത്തിരി തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നു. അതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ളതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം കുറച്ചും കൂടി നേരത്തെ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ വിന്താലു നിങ്ങൾ ഈ ക്രിസ്മസിനും അതുപോലെ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴായാലും അപ്പം നമ്മളെ ചിക്കൻ വിന്താലു ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ തീ ഓഫ് ചെയ്ത സമയത്ത് കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.